ഹലോ, ആഗം എജ്യൂടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു അനലൈസിങ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ദ സ്നേക്ക് ആൻഡ് ദ മിറർ ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ്റെ ഒരു കഥയാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന കഥ. അപ്പോൾ നമുക്ക് എന്തായാലും കഥയിലേക്ക് കടക്കാം. ഇതിനു മുൻപായിട്ട് നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിക്കുന്നത് 1908 അദ്ദേഹത്തിൻ്റെ മരണം 1994 ഹു ഈസ് ഫോൺലി റിമെമ്പേർഡ് ആസ് ബേപ്പൂർ സുൽത്താൻ. ജനങ്ങൾക്കിടയിൽ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ഈസ് എ ഹ്യൂമനിസ്റ്റ്, ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹെയിലിംഗ് ഫ്രം കേരള. കേരളത്തിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര പോരാളി, അതുപോലെ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. He is noted for his disarmingly down-to-earth style of writing that made him equally popular among literary critics as well as the common man. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെ പ്രത്യേകത നമുക്കറിയാം. സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന, സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതും ഒരു കൊളോക്കിയലായിട്ടുള്ള സംസാര ഭാഷയുടെ രൂപത്തിലായിരുന്നു അദ്ദേഹം കഥകൾ എഴുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കിടയിലും നിരൂപകർക്കിടയിലും ഒക്കെ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാലസഖി, ശബ്ദങ്ങൾ, പാത്തുമ്മയുടെ ആട്, മതിലുകൾ, എൻ്റെ ഉപ്പൂപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു, ജന്മദിനം ആൻഡ് അനർഘ നിമിഷം. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതികൾ ഓരോ മലയാളിക്കും അറിയുന്നതാണ്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1982. 1982 അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നമുക്കിനി കഥയിലേക്ക് കിടക്കാം. ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര. ഓൾ ഓഫ് us ഫെൽ സൈലൻറ്റ്. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രം ഒരു ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമെല്ലാം ചേർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കൂട്ടുകാരോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും ഒരു കോബ്ര, ഒരു മൂർഖൻ പാമ്പ് ചുറ്റി വരിഞ്ഞ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം പെട്ടെന്ന് നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപത്ത്. ആ ഒരു ചോദ്യം വന്നത് ഹോമിയോ ഡോക്ടറിൽ നിന്നായിരുന്നു. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഞങ്ങൾ പാമ്പുകളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെയൊരു ചോദ്യം ഡോക്ടർ ചോദിച്ചത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. അതിനുശേഷം നമ്മളുടെ ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന അനുഭവം എന്ന രീതിയിൽ ഒരു കഥ കൂട്ടുകാരോടായിട്ട് പറയാൻ വേണ്ടി തുടങ്ങി. കൂട്ടുകാർ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് അത് കേട്ടിരുന്നു. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. അപ്പോൾ കഥ നടക്കുന്നത് ഒരു സമ്മർ നൈറ്റിലാണ്. ഏകദേശം രാത്രിയിൽ 10 മണിയായിട്ടുണ്ട്. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ ഭക്ഷണമൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് തിരിച്ചെൻ്റെ മുറിയിലേക്ക് വന്നു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺഡ് ദ ഡോർ. വാതിൽ തുറക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടിരുന്നു. ദ സൗണ്ട് വാസ് ഫെമിലിയർ വൺ. എനിക്ക് ആ ശബ്ദം വളരെ അറിയുന്ന അല്ലെങ്കിൽ പരിചിതമായിട്ടുള്ളൊരു ശബ്ദമായിരുന്നു. വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർഡ് ദ റൂം. ആരെങ്കിലും എൻ്റെ മുറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായും പറയും ഞാനും എലികളും തമ്മിൽ ആ റൂം ഷെയർ ചെയ്യുകയാണ് എന്ന്. ഐ ടുക്ക് ഔട്ട് മൈ ബോക്സ് ഓഫ് മാച്ചസ് ആൻഡ് ലൈറ്റഡ് ദ കെറോസിൻ ലാമ്പ് ഓൺ ദ ടേബിൾ. മുറിയിലേക്ക് കടന്നു ചെന്നിട്ട് കീശയിലുണ്ടായിരുന്ന തീപ്പെട്ടി എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് അദ്ദേഹം അവിടെ കത്തിച്ചു വെച്ചു. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. ആ വീടെന്ന് പറയുന്നത് കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വീടായിരുന്നു. ഇറ്റ് വാസ് എ സ്മോൾ റെൻറ്റഡ് റൂം. വാടകയ്ക്ക് എടുത്തിട്ടുള്ള ചെറിയൊരു മുറിയായിരുന്നു അത്. ഐ ഹാഡ് ജസ്റ്റ് സെറ്റപ്പ് എ മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വർ മീഗർ. അപ്പം ഞാൻ എൻ്റെ മെഡിക്കൽ സെറ്റപ്പൊക്കെ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ വരുമാനം എന്ന് പറയുന്നത് വളരെ തുച്ഛമാണ്. ഐ ഹാഡ് അബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിലാണെങ്കിൽ ഏകദേശം 60 രൂപയുണ്ട്. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. കുറച്ച് ഷർട്ടുകളും കുറച്ച് മുണ്ടുകളുമാണ് പിന്നീട് അതിലുള്ളത്. ഐ ഓൾസോ പൊസസ്ഡ് 1 solitary ബ്ലാക്ക് കോട്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ടുണ്ട് എന്ന് പറയാനുള്ളത് ഒരു കറുത്ത കോട്ടാണ്. വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. ആ കോട്ടാണ് ഞാനിപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഐ ടുക്ക് ഓഫ് മൈ ബ്ലാക്ക് കോട്ട്, വൈറ്റ് ഷർട്ട് ആൻഡ് നോട്ട് സോ വൈറ്റ് വേസ്റ്റ് ആൻഡ് ഹങ് ദം അപ്പ്. അങ്ങനെ മുറിയിലേക്ക് കടന്നു ചെന്നിട്ട് ഞാൻ എൻ്റെ ആ ബ്ലാക്ക് കോട്ട് ഊരി വെച്ചു. അതോടൊപ്പം എൻ്റെ വെളുത്ത ഷർട്ടും അത്ര നല്ല വെളുപ്പല്ലാത്ത എൻ്റെ ആ ഒരു ബനിയനും കൂടി ഞാൻ ഊരിയിട്ട് അവിടെ തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ 2 windows ഇൻ ദ റൂം. ആ റൂമിലുണ്ടായിരുന്ന 2 ജനാലകൾ ഞാൻ തുറന്നിട്ടു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് 1 wall ഫേസിങ് ആറ്റ് ദ ഓപ്പൺ യാർഡ്. അപ്പോൾ പുറത്തേക്കുള്ള ഒരു മുറിയായിരുന്നു. അതിൻ്റെ ഒരു ചുമരെന്ന് പറയുന്നത് ആ ഒരു മുറ്റത്തെ ഫേസ് ചെയ്തുകൊണ്ടായിരുന്നു ഉണ്ടായിരുന്നത്.
and it had a tiled roof with a long supporting gables that's rested on the beam over the wall. അപ്പോൾ ഒരു ഓടിട്ടിട്ടുള്ള വീടായിരുന്നു, അതുകൊണ്ട് തന്നെ കഴുക്കോലും പട്ടികയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദർ വാസ് എ നോ സീലിംഗ്, അവിടെ സീലിംഗ് ഉണ്ടായിരുന്നില്ല. ദർ വാസ് എ റെഗുലർ ട്രാഫിക് ഓഫ് റാറ്റ്സ് ടു ഫ്രം ആൻഡ് ദ ബീം. അപ്പോൾ അവിടെയാണെങ്കിൽ അവിടെ ഒരു സീലിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മുകളിലൂടെ ഇങ്ങനെ എലികൾ ഓടുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് ഐ മെയ്ഡ് മൈ ബെഡ് ആൻഡ് പുൾഡ് ഇറ്റ് ക്ലോസ് ടു ദ വാൾ. ഞാനങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ആ ഒരു ബെഡൊക്കെ റെഡിയാക്കി ആ ഒരു ചുമരിനോട് ചേർത്ത് ഞാൻ അതിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. എന്നിട്ട് ഞാൻ ആ ഒരു ബെഡിൽ കയറി കിടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വരാന്ത. അതിനുശേഷം ഞാൻ എഴുന്നേറ്റ് ആ വരാന്തയിലേക്ക് പോയി. ഫോർ എ ലിറ്റിൽ എയർ, കുറച്ച് കാറ്റ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ബട്ട് ദ വിൻഡ് ഗോഡ് സീം ടു ഹാവ് ടേക്കൻ ടൈം ഓഫ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു കാറ്റ് തരേണ്ട ദേവത അവരുടെ പണിയൊക്കെ നിർത്തി പോയി എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു കാറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഐ വെൻറ്റ് ബാക്ക് ഇൻ ടു ദ റൂം ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഞാൻ തിരിച്ച് കാറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തിരിച്ച് മുറിയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന കസേരയിലിരുന്നു. ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ. അവിടെ ഉണ്ടായിരുന്ന ടേബിളിന് താഴെയായിട്ട് ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് ഞാൻ തുറന്നു. ടുക്ക് ഔട്ട് എ ബുക്ക്, ഒരു പുസ്തകം പുറത്തേക്ക് എടുത്തു. ദ മെറ്റീരിയ മെഡിക്ക. ആ പുസ്തകത്തിൻ്റെ പേര് മെറ്റീരിയ മെഡിക്ക എന്നായിരുന്നു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് ദ ലാർജ് മിറർ. എന്നിട്ട് ആ പുസ്തകം എടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെച്ചു. ആ ടേബിളിൻ്റെ മുകളിലാണെങ്കിൽ ഒരു ലാമ്പ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു മിററും ഉണ്ടായിരുന്നു. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. അതുപോലെ തന്നെ ആ ഒരു കണ്ണാടിയുടെ സൈഡിലായിട്ട് ഒരു ചീർപ്പും കൂടി ഉണ്ടായിരുന്നു. വൺ ഫീൽസ് ടെംപ്റ്റഡ് ടു ലുക്ക് ഇൻ ടു ദ മിറർ വെൻ ഇറ്റ് ഈസ് നിയർ. ആർക്കായാലും ഒരു കണ്ണാടി അടുത്തുണ്ടെങ്കിൽ അതിലേക്ക് നോക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാവും. ഐ ടുക്ക് എ ലുക്ക്. ഞാൻ എന്ത് ചെയ്തു, ആ കണ്ണാടി അവിടെ കണ്ടപ്പോൾ അതിലേക്കൊന്ന് നോക്കി. In those days, I was a great admirer of beauty and I believe in making myself look handsome. അന്ന് ആ ഒരു സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സൗന്ദര്യമൊക്കെ ആസ്വദിക്കുന്ന, എപ്പോഴും സുന്ദരനായിരിക്കണമെന്ന് ഞാൻ സ്വയം വിശ്വസിച്ചിരുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ എന്നെ സുന്ദരനാക്കി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. ഐ വാസ് അൺമാരീഡ് ആൻഡ് വാസ് എ ഡോക്ടർ. ഒന്നാമത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, പിന്നെ ഞാനൊരു ഡോക്ടർ കൂടിയാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ എൻ്റെ ഒരു പ്രസൻസ്, ഞാൻ അവിടെ ഉണ്ട് എന്ന് എല്ലാവരെയും ഒന്ന് അറിയിക്കാൻ എനിക്ക് തോന്നി. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ് സോ ദാറ്റ് ഇറ്റ് ലുക്ക് സ്ട്രെയിറ്റ് ആൻഡ് നീറ്റ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മളുടെ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്ന ചീർപ്പെടുത്ത് ആ മുടി ചീകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ മുടി വൃത്തിയായി ചീകി ഒരു പാർട്ടിങ് ഒക്കെ ഇട്ട് അദ്ദേഹം വളരെ നീറ്റായിട്ട് അങ്ങനെ വെച്ചു. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം ദ എബോവ്. അപ്പോഴാണ് വീണ്ടും ഡോക്ടർ ആ ശബ്ദം മുകളിൽ നിന്ന് കേട്ടത്. ഐ ടുക്ക് എ ക്ലോസ് ലുക്ക് അറ്റ് മൈ ഫേസ് ഇൻ ദ മിറർ. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ മിററിൻ്റെ കണ്ണാടിയുടെ അടുത്തേക്ക് പോയിട്ട് എൻ്റെ മുഖം ഒന്നുകൂടി നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. മുഖം നോക്കിക്കഴിഞ്ഞിട്ട് ഞാനൊരു വളരെ പ്രധാനപ്പെട്ട തീരുമാനമെടുത്തു. ഐ വുഡ് ഷേവ് ഡെയിലി ആൻഡ് ഗ്രോ എ തിൻ മൊസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഡെയിലി ഷേവ് ചെയ്യാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ചെറിയൊരു മീശ വെക്കാൻ കൂടി ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ കാണാൻ വളരെ ഭംഗിയുണ്ടായിരിക്കും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഒന്നാമത് ഞാനൊരു ഡോക്ടറാണ്, രണ്ടാമത് ഞാനൊരു ബാച്ചിലറാണ്, അൺമാരീഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ സുന്ദരനായിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഐ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ ആൻഡ് സ്മൈൽഡ്. അങ്ങനെ ഞാൻ ആ കണ്ണാടിയിലേക്ക് വീണ്ടും നോക്കി, എന്നിട്ടൊന്ന് ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അപ്പോഴാണ് ഡോക്ടർ തൻ്റെ ചിരി ഒന്ന് ശ്രദ്ധിച്ചത്. വളരെ ആകർഷണമുള്ള ഒരു ചിരിയായിരുന്നു അത്. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഭൂമി കുലുങ്ങി പോകുന്ന പോലുള്ള മറ്റൊരു തീരുമാനം ഞാൻ എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. എപ്പോഴും ആ ഒരു ആകർഷണമുള്ള ചിരി ഞാൻ എൻ്റെ മുഖത്ത് തന്നെ വെക്കും. ടു ലുക്ക് മോർ ഹാൻസം. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്ന എന്നെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഐ വാസ് ആഫ്റ്റർ ഓൾ എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. അപ്പോഴാണ് ഡോക്ടർ ഒരു കാര്യം കൂടി ഓർത്തത്. ഞാനൊരു ബാച്ചിലർ ആണല്ലോ, പോരാത്തതിനൊരു ഡോക്ടറും കൂടിയാണ്. അപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരുന്നാൽ എന്നെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. എഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. അങ്ങനെ രണ്ടാമത്തെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ മുകളിൽ നിന്ന് ആ ശബ്ദം വീണ്ടും കേട്ടു. ഐ ഗോട്ട് അപ്പ് ലിറ്റ് എ ബീഡി ആൻഡ് പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ റൂം. ഞാൻ എഴുന്നേറ്റ് ഒരു ബീഡിയൊക്കെ കത്തിച്ച് വലിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയിലൂടെ നടക്കാൻ വേണ്ടി തുടങ്ങി. ദെൻ അനദർ ലവ്ലി തോട്ട് സ്ട്രക്ക് മീ. അങ്ങനെ നടക്കുന്ന സമയത്താണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഐ വുഡ് മാരി. ഒരു കല്യാണം കഴിക്കണം. ഐ വുഡ് ഗെറ്റ് മാരീഡ് ടു എ വുമൻ ഡോക്ടർ ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി ആൻഡ് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ വെറുതെ ഒരു കല്യാണം കഴിച്ചാൽ പോരാ, പകരം ഒരു ഡോക്ടറെ കല്യാണം കഴിക്കണം. അതും ധാരാളം പണമുള്ള, അതുപോലെ മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു ഡോക്ടറെ വേണം കല്യാണം കഴിക്കാൻ. ഷി ഹാഡ് ടു ബി ഫാറ്റ്. പിന്നെ പോരാത്തതിന് അവൾക്ക് കുറച്ച് തടി വേണം.
ഫോർ എ വാലിഡ് റീസൺ. അതിനൊരു കാരണമുണ്ട്. ഇഫ് ഐ മെയ്ഡ് സം സില്ലി മിസ്റ്റേക്ക്, ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നീഡഡ് ടു റൺ അവേ, ഷീ ഷുഡ് നോട്ട് ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അപ്പോൾ എനിക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി കഴിയും, അവൾക്ക് എൻ്റെ പിറകെ ഓടി വന്ന് എന്നെ പിടിക്കാനൊന്നും വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് തടിയുള്ള ആളെ വേണം കല്യാണം കഴിക്കാനെന്ന് ഡോക്ടർ തീരുമാനിച്ചു. വിച്ച് സച്ച് തോട്ട്സ് ഇൻ മൈ മൈൻഡ് ഐ റെസ്യൂം മൈ സീറ്റ് ഇൻ ദ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടേബിൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആ കസേരയുടെ മുൻപിൽ, ആ ഒരു മിററിൻ്റെ മുൻപിലായിട്ടുള്ള കസേരയിൽ ഞാൻ വന്നിട്ടിരുന്നു. There were no more sounds from above. ഇപ്പോൾ മുകളിൽ നിന്ന് വലിയ ശബ്ദങ്ങളൊന്നും കേൾക്കാനില്ല. Suddenly there came a dull thud as if the rubber tube had fallen to the ground. പെട്ടെന്ന് പിറകിലായിട്ട് ഒരു റബ്ബർ ട്യൂബ് വീഴുന്നത് പോലുള്ളൊരു ശബ്ദം നമ്മളുടെ ഡോക്ടർ കേട്ടു. ഷുവർലി നത്തിങ് ടു വറി അബൌട്ട്. അപ്പോൾ ഡോക്ടർ സ്വയം ഇങ്ങനെ ചിന്തിച്ചു, ഒന്നും പേടിക്കാനൊന്നുമില്ല. കാരണം അയാൾക്കറിയാം മുകളിലൂടെ ഓടി നടക്കുന്നത് എലികളാണ്. അപ്പോൾ കൂടുതലായിട്ടും എലികൾ താഴേക്ക് വീഴാനുള്ള ഒരു ചാൻസ് മാത്രമേ അവിടെ ഉള്ളൂ. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും തിരിഞ്ഞ് എന്താണ് വീണതെന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി അദ്ദേഹത്തിന് ഉണ്ടായി. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. അപ്പോൾ ഇദ്ദേഹം തിരിഞ്ഞു നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാമ്പ് ആ ഒരു ചെയറിലൂടെ ഇഴഞ്ഞു കയറിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഷോൾഡറിലേക്ക് എത്തിച്ചേർന്നു. റിഗിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇഴയുക. ദ സ്നേക്ക് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വർ സൈമൾട്ടേനിയസ്. ഞാൻ തിരിഞ്ഞു നോക്കിയതും പാമ്പ് എൻ്റെ ഷോൾഡറിലേക്ക് വന്നതും ഒരേ സമയത്തായിരുന്നു. അപ്പം രണ്ടും സംഭവിച്ചത് അറ്റ് എ ടൈമിലായിരുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയ അതേ സമയത്ത് തന്നെ പാമ്പ് ആ ഒരു ചെയറിലൂടെ ഇഴഞ്ഞു കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് എത്തിച്ചേർന്നു. ഐ ഡിഡിൻ ജമ്പ്. പാമ്പിനെ കണ്ടിട്ട് ഞാൻ ഇവിടെ നിന്ന് ചാടിയൊന്നുമില്ല. ഐ ഡിഡിൻ ട്രംബിൾ. ഞാൻ വിറച്ചു പോയില്ല. ഐ ഡിഡിൻ ക്രൈ ഔട്ട്. ഈവൻ ഞാനൊന്ന് കരയുക പോലും ചെയ്തില്ല. ദർ വാസ് നോ ടൈം ടു ഡു എനി സച്ച് എ തിങ്. കാരണം ഇതൊന്നും ചെയ്യാതിരിക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതൊന്നും ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. ദ സ്നേക്ക് സ്ലിതേർഡ് അലോങ് മൈ ഷോൾഡർ ആൻഡ് കോയിൽഡ് അറൗണ്ട് മൈ ലെഫ്റ്റ് ആം എബോവ് ദ എൽബോ. അങ്ങനെ പാമ്പ് പതിയെ എൻ്റെ ഷോൾഡറിൽ നിന്ന് ഇഴയാൻ വേണ്ടി തുടങ്ങി. സ്ലിതർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എഗെയിൻ ക്രൗൾ ചെയ്യുക, ഇഴയുക. അതെൻ്റെ ഷോൾഡറിൻ്റെ മുകളിൽ നിന്ന് ഇഴഞ്ഞിട്ട് എൻ്റെ ഇടത്തെ കൈയുടെ മുകളിലേക്ക് വന്നു. എന്നിട്ട് കൈമുട്ടിന് മുകളിലായിട്ട് അത് ഇങ്ങനെ കോയിൽ ചെയ്ത് ചുറ്റിപ്പിടിച്ച് അങ്ങനെ ഇരിക്കാൻ തുടങ്ങി. The hood was spread out and its head was hardly 3 or 4 inches from my face. എന്നിട്ട് അതിൻ്റെ പത്തിയൊക്കെ വിടർത്തി അതങ്ങനെ നിന്നു. എൻ്റെ മുഖത്തിൽ നിന്ന് ഏകദേശം ഒരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ, അതായത് ഒരു 10 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിലാണ് പാമ്പ് പത്തിയൊക്കെ വിടർത്തി അങ്ങനെ നിൽക്കുന്നത്. It would not be correct to say merely that I sat there holding my breath. എങ്ങനെയാണ് ഞാൻ അവിടെ ഇരുന്നത് എന്ന് കൃത്യമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ശ്വാസമൊക്കെ അടക്കി പിടിച്ചുകൊണ്ടായിരുന്നു അവിടെ ഇരുന്നത്. ഐ വാസ് ടേൺ ടു സ്റ്റോൺ. ഞാനൊരു കല്ലായി മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് മൈ മൈൻഡ് വാസ് വെരി ആക്റ്റീവ്. പക്ഷേ എൻ്റെ മനസ്സ് വളരെ ആക്റ്റീവായിരുന്നു. ദ ഡോർ ഓപ്പൺഡ് ഇൻ ടു ദ ഡാർക്ക്നെസ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സ് ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള വഴിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വാതിൽ തുറക്കുന്നത് ഇരുട്ടിലേക്കാണ്. ആൻഡ് ദ റൂം വാസ് ഫിൽഡ് വിത്ത് ഡാർക്ക്നെസ്. ആ മുറിയിലാണെങ്കിലും ഭൂരിഭാഗ സ്ഥലത്തും ഇരുട്ട് തന്നെയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ ലാമ്പ് ഐ സാറ്റ് ദ ലൈക്ക് എ സ്റ്റോൺ ഇമേജ് ഇൻ ദ ഫ്ലെഷ്. അങ്ങനെ ആ ഒരു ചെറിയ വെളിച്ചത്തിൽ, ആ കെറോസിൻ ലാമ്പ് കത്തിച്ച് വെച്ചിരിക്കുന്ന വെളിച്ചത്തിൽ ഞാനിങ്ങനെ ഒരു മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു സ്റ്റാച്യു പോലെ, ഒരു സ്കൾപ്ചർ പോലെ, ഒരു പ്രതിമ പോലെ ഞാൻ അവിടെ അങ്ങനെ ഇരുന്നു. ഐ ഫെൽ ദെൻ ദ ഗ്രേറ്റ് പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് ആൻഡ് യൂണിവേഴ്സ്. അപ്പോഴാണ് ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ള, ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള ദൈവത്തിനെ കുറിച്ച്, ആ ക്രിയേറ്ററിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ദൈവം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ലോകത്തുണ്ട്. ഗോഡ് വാസ് ദെയർ. ദൈവമുണ്ട്. സപ്പോസ് ഐ സെഡ് സംതിങ് ആൻഡ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞ എന്തോ ഒരു കാര്യം ദൈവത്തിന് ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാമ്പിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. ഐ ട്രൈഡ് ഇൻ മൈ ഇമാജിനേഷൻ. ഞാൻ എന്നിട്ടിങ്ങനെ സങ്കല്പിക്കാൻ വേണ്ടി തുടങ്ങി. ടു റൈറ്റ് ഇൻ ബ്രൈറ്റ് ലെറ്റേഴ്സ് ഔട്ട്സൈഡ് മൈ ലിറ്റിൽ ഹാർട്ട് ദ വേർഡ്സ് ഓ ഗോഡ്. അപ്പോൾ ഉച്ചത്തിൽ ദൈവമേ എന്ന് വിളിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മനസ്സിൽ ദൈവമേ എന്ന് ഇങ്ങനെ ഒരു ബ്രൈറ്റ് ലെറ്റേഴ്സിൽ അദ്ദേഹം ഇങ്ങനെ എഴുതാൻ വേണ്ടി, അതായത് മനസ്സിൽ ഇങ്ങനെ ദൈവത്തെ വിളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. There was some pain in my left arm. എൻ്റെ ഇടത് കയ്യിൽ ചെറിയൊരു വേദനയൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. It was as if a thick leaden rod. ഒരു ഇരുമ്പ് വടി ചുറ്റിയതുപോലുള്ള ഒരു വേദനയായിരുന്നു അത്. No, rod made of molten fire. അല്ല,
തീയിൽ ചൂടാക്കിയിട്ടുള്ള ഒരു ഇരുമ്പ് വടി ചുറ്റിക്കഴിഞ്ഞാൽ എന്ത് വേദനയാണോ ഉണ്ടാവുന്നത് അതേപോലുള്ളൊരു വേദനയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. വാസ് സ്ലോലി ബട്ട് പവർഫുള്ളി ക്രഷിങ് മൈ ആം. ആ പാമ്പ് പതുക്കെയാണെങ്കിൽ പോലും എൻ്റെ കൈ ഇങ്ങനെ ഞെരിക്കുന്നുണ്ടായിരുന്നു. അതിങ്ങനെ കോയിൽ ചെയ്തിട്ട് അങ്ങനെ ഞെരിച്ചുടയ്ക്കുന്നുണ്ടായിരുന്നു. ദ ആം വാസ് ബിഗിനിങ് ടു ബി ഡ്രെയിൻഡ് ഓഫ് ഓൾ സ്ട്രെങ്ത്. എൻ്റെ കൈയിൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി. വാട്ട് കുഡ് ഐ ഡു? എന്നിട്ട് ഡോക്ടർ അവിടെ ഇരുന്ന് ചിന്തിച്ചു, ഇനി എന്താണ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക? അറ്റ് മൈ സ്ലൈറ്റസ്റ്റ് മൂവ്മെൻറ്റ് ദ സ്നേക്ക് വുഡ് സ്ട്രൈക്ക് മീ. ഞാനൊന്ന് ചെറുതായിട്ട് അനങ്ങിയാൽ പോലും ആ പാമ്പ് എന്നെ സ്ട്രൈക്ക് ചെയ്യും, എന്നെ കൊത്താനുള്ള ചാൻസ് ഉണ്ട്. ഡെത്ത് ലേർക്ക്ഡ് 4 inches away. മരണം എൻ്റെ ഒരു 4 ഇഞ്ച് ദൂരത്തിലായിട്ട് ഒളിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ലർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തൊട്ടടുത്ത് ഒളിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ലർക്ഡ് എന്ന് പറയാം. സപ്പോസ് ഇറ്റ് സ്ട്രക്ക്. ഇനി പാമ്പ് എങ്ങാനും കൊത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വാട്ട് വാസ് ദ മെഡിസിൻ ഐ ഹാഡ് ടു ടേക്ക്? എന്ത് മരുന്നാണ് ഞാൻ എടുക്കേണ്ടത്? ദർ വർ നോ മെഡിസിൻ ഇൻ ദ റൂം. എൻ്റെ മുറിയിലാണെങ്കിൽ മെഡിസിൻസ് ഒന്നും മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഐ വാസ് ബട്ട് എ പുവർ ആൻഡ് ഫൂളിഷ് സ്റ്റുപ്പിഡ് ഡോക്ടർ. അപ്പോഴാണ് ഡോക്ടർ സ്വയം ചിന്തിച്ചത്, ഞാനൊരു പാവപ്പെട്ട മണ്ടനായിട്ടുള്ള ഒരു സ്റ്റുപ്പിഡ് ഡോക്ടറാണ്. ഐ ഫോർഗോട്ട് മൈ ഡേഞ്ചർ ആൻഡ് സ്മൈൽ ഫീബ്ലി അറ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന ആ ഒരു ഡേഞ്ചറൊക്കെ മറന്നുകൊണ്ട് ഞാനിങ്ങനെ സ്വയം ചിരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇറ്റ് സീംഡ് ആസ് ഇഫ് ഗോഡ് അപ്രിഷിയേറ്റഡ് ദാറ്റ്. എൻ്റെ ചിരി ദൈവത്തിന് ഇഷ്ടമായി എന്ന് എനിക്ക് തോന്നുന്നു. ദ സ്നേക്ക് ടേൺഡ് ഇറ്റ്സ് ഹെഡ്. അപ്പോൾ ഇത്രയും നേരം മുഖത്തോട് നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു പാമ്പിൻ്റെ തല അതിപ്പോൾ തിരിച്ചു. ഇറ്റ് ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. അതിപ്പോൾ നോക്കുന്നത് ആ കണ്ണാടിയിലേക്കാണ്. ആൻഡ് സോ ഇറ്റ്സ് റിഫ്ലക്ഷൻ. ആ കണ്ണാടിയിൽ നോക്കിയപ്പോൾ പാമ്പിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, അതിൻ്റെ ഒരു പ്രതിരൂപം അതിൽ കണ്ടു. ഐ ഡു നോട്ട് ക്ലെയിം ദാറ്റ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്നേക്ക് ദാറ്റ് ഹാഡ് എവർ ലുക്ക്ഡ് ഇൻ ടു ദ മിറർ. എനിക്ക് ഒരിക്കലും പറയാൻ വേണ്ടി കഴിയില്ല ഈ ഒരു പാമ്പാണ് ആദ്യമായിട്ട് കണ്ണാടിയിൽ നോക്കിയത് എന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. ബട്ട് ഇറ്റ് വാസ് സെർട്ടൈൻ ദാറ്റ് ദ സ്നേക്ക് വാസ് ലുക്കിംഗ് ഇൻ ടു ദ മിറർ. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഈ പാമ്പ് നോക്കുന്നത് ആ കണ്ണാടിയിലേക്ക് തന്നെയാണ്. വാസ് ഇറ്റ് അഡ്മയറിങ് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി? അപ്പം നമ്മുടെ ഡോക്ടർ അവിടെ ഇരുന്നുകൊണ്ട് ചിന്തിച്ചു, ഇനി പാമ്പ് സ്വയം ആ ഒരു സൗന്ദര്യം ആസ്വദിക്കുകയാണോ? Was it trying to make an important decisions about growing a mustache or using eyeshadow and mascara or wearing a vermilion spot on its forehead? ഞാൻ എടുത്തതുപോലെ എന്തെങ്കിലും തീരുമാനം എടുക്കുകയാണോ? ചെറിയ മീശ വെക്കാം, അതും അല്ലെങ്കിൽ ആ മസ്കാര ഉപയോഗിച്ചുകൊണ്ട് കണ്ണെഴുതാം, അതും അല്ലെങ്കിൽ ഒരു വെർമിലിയൻ സ്പോട്ടിൽ കുങ്കുമം തൊടുന്ന ഭാഗത്ത് ഒരു പൊട്ട് തൊടാം, ഇങ്ങനെയുള്ള എന്തെങ്കിലും തീരുമാനം പാമ്പ് എടുക്കുകയാണോ എന്ന് ഡോക്ടർക്ക് തോന്നി. ഐ ഡിഡ് നോട്ട് നോ എനിത്തിങ് ഫോർ സർട്ടൻ. തീർച്ചയായിട്ടും എനിക്കൊന്നും അറിയില്ല. വാട്ട് സെക്സ് വാസ് ദ സ്നേക്ക്? ആ പാമ്പിൻ്റെ സെക്സ് എന്താണെന്ന് പോലും എനിക്കറിയില്ല. വാസ് ഇറ്റ് മെയിൽ ഓർ ഫീമെയിൽ? അത് ആണാണോ പെണ്ണാണോ? ഇതൊന്നും എനിക്കറിയില്ല. ഐ വിൽ നെവർ നോ. അത് ഞാൻ ഒരിക്കലും അറിയാനും പോകുന്നില്ല. ഫോർ ദ സ്നേക്ക് അൺവൗണ്ട് ഇറ്റ് സെൽഫ് ഫ്രം മൈ ആം ആൻഡ് സ്ലോലി സ്ലിതേർഡ് ഇൻ ടു മൈ ലാപ്പ്. പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് ആ ചുറ്റഴിച്ച ശേഷം പാമ്പ് എൻ്റെ മടിയിലൂടെ ഇഴഞ്ഞിറങ്ങാൻ വേണ്ടി തുടങ്ങി. ഫ്രം ദർ ഇറ്റ് ക്രെപ്റ്റ് ഓൺ ടു ദ ടേബിൾ ആൻഡ് മൂവ് ടുവേഴ്സ് ദ മിറർ. എൻ്റെ മടിയിൽ നിന്ന് പതുക്കെ അത് ടേബിളിൻ്റെ പുറത്തേക്ക് ഇഴഞ്ഞു കയറി, എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയുടെ അടുത്തേക്ക് അത് ചെന്നു. പെർഹാപ്സ് ഇറ്റ് വാണ്ടഡ് ടു എൻജോയ് ഇറ്റ്സ് റിഫ്ലക്ഷൻ അറ്റ് ക്ലോസർ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഡോക്ടർ ചിന്തിച്ചു, ചിലപ്പോൾ പാമ്പിന് അതിൻ്റെ സൗന്ദര്യം അടുത്ത് നിന്ന് കാണാനായിരിക്കാം ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് അത് പോയത്. ഐ വാസ് നോ മിയർ ഇമേജ് കട്ട് ഇൻ ഗ്രാനൈറ്റ്. തൻ്റെ ശരീരത്തിൽ നിന്ന് പാമ്പ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗ്രാനൈറ്റിൽ കൊത്തിവെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യു ഒന്നുമല്ല താൻ. ഐ വാസ് സഡൻലി മാൻ ഓഫ് ഫ്ലെഷ് ആൻഡ് ബ്ലഡ്. ഞാൻ മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു മനുഷ്യനാണ് എന്ന് സ്വയം മനസ്സിലായി. സ്റ്റിൽ ഹോൾഡിംഗ് മൈ ബ്രെത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദ ചെയർ. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് തന്നെ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ചെയറിൽ നിന്ന് പതുക്കെ ഞാൻ എഴുന്നേറ്റു. ഐ ക്വൈറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദ ഡോർ ഇൻ ടു ദ വരാന്ത. എന്നിട്ട് ശബ്ദമുണ്ടാക്കാതെ ആ ഡോറിലൂടെ ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി. ഫ്രം ദർ ഐ ലെഫ്റ്റ് ഇൻ ടു ദ യാർഡ് ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. അതിനുശേഷം ആ മുറ്റത്തേക്ക് ചാടി ഇറങ്ങിയിട്ട് എൻ്റെ ശക്തി മൊത്തം എടുത്തുകൊണ്ട് ഞാൻ ഓടാൻ വേണ്ടി തുടങ്ങി. ഫ്യൂ ഈച്ച് ഓഫ് us heaved a sigh of relief. ഈ കഥ കുറേ നേരം കേട്ട് കഴിഞ്ഞപ്പോൾ, അദ്ദേഹം രക്ഷപ്പെട്ട കാര്യമൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു ദീർഘനിശ്വാസമൊക്കെ വിട്ടു, ഒരു ആശ്വാസത്തിൻ്റെ സിമ്പിളായിട്ട്. ഓൾ ഓഫ് us lit beedies. എല്ലാവരും ഓരോ ബീഡി കത്തിച്ചു. സംബഡി ആസ്ക്ഡ്. അപ്പോൾ കൂട്ടുകാരിൽ ഒരാൾ ചോദിച്ചു, ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്? താങ്കളുടെ ഭാര്യ തടിച്ചിട്ടാണോ? നോ, ദ ഡോക്ടർ സെഡ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല. ഗോഡ് വിൽഡ് അതർവൈസ്. ദൈവം വിചാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊരു വഴിയിലാണ്. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ റീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് സ്പ്രിൻഡർ. എൻ്റെ ലൈഫ് കമ്പാനിയൻ, എൻ്റെ വൈഫ് എന്ന് പറയുന്നത് വളരെ മെലിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്, പോരാത്തതിന് ഒരു ഓട്ടക്കാരി കൂടിയായിരുന്നു. Someone else asked, Doctor, when you ran, did the snake follow you? അപ്പോൾ മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ ഓടുന്ന സമയത്ത് ആ പാമ്പ് നിങ്ങളെ പിന്തുടർന്ന് വന്നിട്ടുണ്ടായിരുന്നോ?
The doctor replied, I ran and ran till I reached the friend's house. അപ്പോൾ ഡോക്ടർ അതിൻ്റെ മറുപടി ആയിട്ട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഓടിയിട്ട് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടെത്തുന്നത് വരെ തിരിഞ്ഞു നോക്കാതെ ഞാൻ ഓടുകയായിരുന്നു. Immediately I smeared oil all over myself and took a bath. ആ വീട്ടിലെത്തിക്കഴിഞ്ഞ ശേഷം എൻ്റെ ശരീരത്തിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് ഞാനൊരു കുളിയൊക്കെ നടത്തി. I changed into fresh clothes. പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു. The next morning at about 8:30, പിറ്റേ ദിവസം രാവിലെ ഒരു 8:30 സമയമായ സമയത്ത് I took my friend and 1 or 2 others to my room. എൻ്റെ കൂട്ടുകാരനെയും അതുപോലെ 1-2 ആൾക്കാരെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി. To move my things from there. അപ്പോൾ അങ്ങോട്ടേക്ക് പോയതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവിടെയുള്ള സാധനങ്ങളൊക്കെ മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു വീട്ടിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരു വീട്ടിലേക്ക് മാറാനായിരുന്നു. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. പക്ഷേ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ അവിടെ നിന്ന് എടുക്കാനുണ്ടായിരുന്നില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. ഏതോ ഒരു കള്ളൻ തലേ ദിവസം കയറിയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. എൻ്റെ മുറി ആകെ ക്ലീൻ ചെയ്ത അവസ്ഥയിലായിരുന്നു. ബട്ട് നോട്ട് റിയലി. എന്നാൽ പൂർണ്ണമായിട്ടല്ല. തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. ആ കള്ളൻ ഒരേ ഒരു സാധനം മാത്രം ബാക്കി വെച്ചിട്ടാണ് പോയത്. അതെന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. വാട്ട് വാസ് ദാറ്റ്, ഐ ആസ്ക്ഡ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, എന്താണ് ആ ഒരു സാധനം, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ബാക്കി വെച്ച സാധനം എന്തായിരുന്നു? ദ ഡോക്ടർ സെയ്ഡ്, മൈ വെസ്റ്റ്. എൻ്റെ ആ ബനിയനായിരുന്നു അത്. ദ ഡേർട്ടി വൺ, ആ അലക്കാത്ത ആ ഒരു മഞ്ഞ നിറം വന്നിട്ടുള്ള ആ ബനിയൻ. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. അപ്പോൾ ആ ഒരു കള്ളന് വളരെ ശുചിത്വ ബോധമുള്ള ഒരു കള്ളനായിരുന്നു. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ്. ആ തെണ്ടിക്ക് അതുകൂടി എടുക്കാമായിരുന്നു. ആൻഡ് യൂസ്ഡ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ്. എന്നിട്ട് കഴുകിയ ശേഷം ഉപയോഗിക്കാമായിരുന്നു. വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. ആ വെള്ളത്തിലിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിയ ശേഷം അവൻ അതുകൂടി ഉപയോഗിക്കാമായിരുന്നു. ഡിഡ് യു സീ ദ സ്നേക്ക് നെക്സ്റ്റ് ഡേ ഡോക്ടർ? അപ്പോൾ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, പിറ്റേ ദിവസം നിങ്ങൾ ചെന്ന സമയത്ത് ആ പാമ്പിനെ അവിടെ കണ്ടിരുന്നോ? ദ ഡോക്ടർ ലാഫ്ഡ്. നമ്മളുടെ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനുശേഷം പിന്നീട് എനിക്ക് ഒരിക്കലും ആ പാമ്പിനെ കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതുപോലെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു പാമ്പിനെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.